നിങ്ങൾ എഴുതി വെച്ചൊന്ന് മെയ് മാസം 4-ാം തീയതി നമ്മൾ കാണും പരസ്പരം. ഈ 3 സീറ്റും വലിയ ഭൂരിപക്ഷം നേടിയിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എഴുതി വെച്ചോ. അതൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെ നമുക്ക് നോക്കി കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിലെല്ലാം ഒരേ വാചകം, ഒരേ പേര് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് അറിയാം രാഹുൽ ഗാന്ധിക്ക് കേരള ജനതയിലുള്ള സ്വാധീനം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഭയപ്പെടുന്നത്. പക്ഷേ എനിക്ക് ഒറ്റക്കാര്യമുള്ളൂ, ഈ രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു വാക്കിൽ മോഡിക്കെതിരെ പറയണ്ടേ? ഈ PM ശ്രീയും ലേബർ കോഡും സലാം വെച്ച് ഒപ്പിട്ട് കൊടുത്തിട്ട് എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയായ അങ്ങക്ക് മോഡിക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നുണ്ടോ? ഇതല്ലേ കേരളത്തിലെ ചോദ്യം. ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം, മുഖ്യമന്ത്രി സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി, മറ്റു മുഖ്യമന്ത്രിമാർ ആർജവത്തോടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ, ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തിനായി ശക്തമായി പോരാടുമ്പോൾ കവാത്തു മറക്കുന്ന മുഖ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാൻ മാത്രമേ കഴിയൂ. പക്ഷേ ജനങ്ങൾക്കറിയാം രാഹുൽ ഗാന്ധി ആരാണ്. ഇത്രയേ ഉള്ളൂ. അല്ല, അതന്നല്ലേ അത് പറയുമ്പോൾ, അത് പുറത്തു വരുമ്പോഴുള്ള അപകർഷതാബോധം കൊണ്ടല്ലേ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ആരെങ്കിലും തൊപ്പി വെച്ചാലൊന്നും കടക്ക് പുറത്തുനിന്നൊന്നും പറയില്ല. ആ തൊപ്പി വെച്ച ആളും ഉണ്ടാവും ഈ പാർട്ടിയിൽ, തൊപ്പി വെക്കാത്ത ആളും ഉണ്ടാവും പാർട്ടിയിൽ. അതാണ് കോൺഗ്രസിന് സൗന്ദര്യം. ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുമെന്നും പറയില്ല. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞിട്ട് അവരെ പുറത്താക്കൂല. നികൃഷ്ട ജീവി എന്ന് പറഞ്ഞിട്ട് ആരെയും വിളിക്കാറില്ല ഞങ്ങളുടെ പാർട്ടിയിൽ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടാവും. ജനാധിപത്യമുണ്ട്. പിന്നെ ഞങ്ങളെ വിഭജിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇടതുപക്ഷത്തിനെ പുറത്താക്കാൻ പകരം ഗവൺമെൻറ് വരാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും. ഓക്കെ.